ലക്ഷ്മി ഒരു പുരുഷ വിരോധിയാണെന്ന് ഷാനവാസ് കൂടെ പറയാറുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ആ ഒരു പേരെൻ്റെ മാറ്റിയെടുക്കണമെന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെ ലക്ഷ്മി തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ മുതൽ ലൈവിൽ ലക്ഷ്മി കൂടുതലായിട്ടും ജെൻസിനോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒറ്റ ലേഡീസുമായിട്ടും കൂടുതൽ സംസാരമില്ല. നമ്മൾ ലൈവിൽ കാണുമ്പോഴെല്ലാം ലക്ഷ്മി ഇങ്ങനെ ആരെങ്കിലും ആണുങ്ങളോട്ട് മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഷാനവാസിനോടല്ല കേട്ടോ. ബാക്കിയുള്ളവരുടെ അടുത്തെല്ലാം നല്ല ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ഇപ്പം നെവിൻ്റെ അടുത്തിരുന്ന് സംസാരിക്കുകയാണ്. ഇന്ന് രാവിലെയും നെവിൻ്റെ അടുത്തിരുന്ന് ആര്യൻ്റെ മമ്മി വന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാൻ സെലിബ്രിറ്റി ആയോ എന്ന് നെവിൻ ചോദിക്കുന്നുണ്ട് ലക്ഷ്മിയോട്. അപ്പോൾ ലക്ഷ്മി പറയാണ്, ഇല്ല ആയിട്ടില്ല, ഇനി ആകത്തേ ഉള്ളൂ. സെലിബ്രിറ്റി ആവാം, സെലിബ്രിറ്റി അല്ലാതെ ആവാം. എന്തെങ്കിലും വായിന്ന് തെറ്റായിട്ടൊന്ന് വീണ് പോയാൽ അത് ബ്രേക്കാവും. അതെല്ലാം നല്ലതായിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ സെലിബ്രിറ്റി ആയിട്ട് തുടരും. ബെനിഫിറ്റ്സ് ഉള്ളതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജും ഉണ്ടെന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. വളരെ കെയർഫുള്ളായിട്ട് ജീവിക്കേണ്ടി വരും. പറയുന്ന ഓരോ സ്റ്റേറ്റ്മെൻറ്റ് പൊളിറ്റിക്കലി കറക്റ്റാണോ എന്ന് നോക്കേണ്ടി വരുമെന്ന് ലക്ഷ്മി പറയുന്നു. ഇതൊന്നും നോക്കാതെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയ ഒരാളാണ് ഈ ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് വലിയ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി അല്ലേന്ന് ലക്ഷ്മി ചോദിക്കുന്നുണ്ട്. ഒരു ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരുമെന്ന് പറയുന്നുണ്ട്. നമുക്ക് കുറേ ഫാൻസ് ഉണ്ടെങ്കിൽ പോലും, ആൾക്കാർ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ അവർക്കുണ്ടാകും. 95% നമുക്ക് ഫാൻ ബേസ് ഉണ്ടെങ്കിലും 5% നെഗറ്റീവ് കമൻസ് ഉണ്ടാവുമെന്ന് ലക്ഷ്മി പറയുന്നു. അതൊക്കെ എന്ത്, ഞാൻ അതൊക്കെ ആസ്വദിക്കത്തേ ഉള്ളെന്ന് നെവിൻ പറയുന്നുണ്ട്. വെറുതെ ജീവിച്ചിട്ടങ്ങ് മരിച്ചു പോകുന്നതിനെക്കാട്ടും നല്ലതല്ലേ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് മരിക്കുന്നതെന്ന് ലക്ഷ്മി പറയുന്നു.